ഹലോ ഇറ്റ്സ് മീ നൈസിക് ദ വ്ലോഗർ. സോ അപ്പോൾ ഇപ്പം കുറച്ച് നാളായല്ലേ കണ്ടിട്ട്, അപ്പോൾ കുറച്ച് നാളായി ഇപ്പോൾ കണ്ടിട്ട്. അപ്പം എന്താണ് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ഗ്രാജുവേഷനാണ്, പഠിത്തം കഴിഞ്ഞു. അപ്പം ലൈഫിൻ്റെ പുതിയൊരു ഘട്ടത്തിലോട്ട് കടക്കുക എന്ന് വെച്ചാൽ സ്റ്റഡി പെർമിറ്റ് കഴിഞ്ഞു, വർക്ക് പെർമിറ്റ് കൈ കിട്ടി. അപ്പം കാനഡ വന്നിട്ട് 2 വർഷത്തോളം ആവുന്നു. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് ഞാൻ സ്റ്റുഡൻ്റായിട്ട് വന്ന് അങ്ങനൊരു സംഭവം കഴിഞ്ഞു. ഇപ്പം ഞാൻ സ്റ്റുഡൻ്റ് എന്നുള്ളൊരു ലേബിൾ കഴിഞ്ഞ് ഇവിടെ ജോബ് വിസയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വർക്ക് പെർമിറ്റ് കിട്ടി. അപ്പോൾ ഇനി എന്താണ് 3 വർഷം സ്റ്റേ ബാക്കാണ്. ഞാൻ 2 ഇയർ കോഴ്സായിരുന്നു, 3 വർഷം സ്റ്റേ ബാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി മെയ് 2027 വരെയാണ് എനിക്കിനി ഇപ്പോൾ ഇവിടെ എന്താണ് വർക്ക് പെർമിറ്റ് കിട്ടിയിരിക്കുന്നത്. 3 വർഷം സ്റ്റേ ബാക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇപ്പോൾ കുറച്ച് തിരക്കൊക്കെയാണ്, ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ഞാൻ 6 ദിവസം ഷിഫ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ 5-6 ദിവസം ഷിഫ്റ്റ്, 1 ദിവസം റെസ്റ്റ് ഡേ ആണ്. അപ്പം ജിമ്മും ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ടയർഡും ടൈമൊന്നും കുറച്ച് കിട്ടാത്തതൊക്കെ അവസ്ഥയൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ചെയ്യാത്തത്. പിന്നെ ഒരു ഗിവ് അവേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരു $100 വേണമെന്ന് അത്ര താല്പര്യമുള്ളവർ അല്ല എന്നുള്ള കാര്യം. കാരണം $100 അല്ല, $100+ ആയിരിക്കില്ല എന്തായാലും. ഞാനൊരു ഗിവ് അവേ ഇട്ടിട്ട് അതിനകത്ത് വലിയ റെസ്പോൺസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞില്ല, 2 മാസം നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ 4000 സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 5000 സബ്സ്ക്രൈബേഴ്സ് ആവണേ നമ്മൾ ആ ഗിവ് അവേ കൊടുക്കും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അത് സൈഡിൽ നിൽക്കട്ടെ. ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഗിവ് അവേയുടെ വീഡിയോ എടുത്ത് നോക്കുക കേട്ടോ. ഒരു പരിപാടിയില്ല ചെയ്യാൻ. ചുമ്മാ നിങ്ങളെൻ്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ വെറുതെ ഒരു $100-100 കൈ കിട്ടും. നാട്ടിലൊരു 6000-7000 രൂപ കൈ കിട്ടുന്നൊരു കാര്യമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കയറി നോക്കുക, ചെക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നത് അത് തന്നെ. അപ്പം വർക്ക് പെർമിറ്റ് കിട്ടി. അപ്പം അതൊന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി. 2027 3 വർഷത്തേക്കാണ് വർക്ക് പെർമിറ്റ് കിട്ടിയത്. പിന്നെ എനിക്ക് ഏതാണ്ട് ഒരു സൈക്കിള് കിട്ടി. അപ്പം നമ്മളിവിടെ സ്റ്റുഡൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ പാസ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ബസ് ഫെയർ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ട്രാവലാണ്. അപ്പോൾ അടുത്തെന്നുള്ള കഴിഞ്ഞ് ഇനിയിപ്പം ജോബ് വിസയിൽ കയറിയതുകൊണ്ട് തന്നെ ഇനി ബസ്സിൽ പോകുന്നതിന് കാശ് കൊടുക്കണം. വലിയ തുകയൊന്നുമില്ല, $3.75 അത്രയാണ് കൊടുക്കേണ്ടത്. പക്ഷേ നമ്മൾ ഓരോ 2 മണിക്കൂർ ഇരിക്കുമ്പോൾ 2 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാം അത്രയും കാശ് കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ നമ്മളിപ്പം രാവിലെ ഞാൻ ജോലിക്ക് പോകുമ്പം 2 ബസ് കയറണം, തിരിച്ചു വരുമ്പോൾ 2 ബസ് കയറണം. അപ്പോൾ ഒരു ദിവസം ഒരു $10 ചിലവാണ്. പക്ഷേ വെറുതെ എന്തിനാ അങ്ങ് ഒരു ചിലവെന്ന് വിചാരിച്ചിരുന്നപ്പോൾ സൈക്കിൾ കിട്ടിയത്. അപ്പോൾ ഇപ്പം ഞാൻ സൈക്കിളിൽ തന്നെ ജോലിക്ക് പോകുന്നതും ജിമ്മിൽ പോകുന്നതും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒരു എക്സസൈസ് പോകും, പിന്നെ വലിയ കാശ് ചിലവില്ല, ലാഭം. അപ്പോൾ നാളെ കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒന്ന് പറയണമെന്ന് വിചാരിച്ചാൽ. പിന്നെ വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ലൈസൻസ് എടുത്താലും പറഞ്ഞല്ലോ, അപ്പോൾ ഒരു കാർ എടുക്കണം ഇൻഷാ അല്ലാ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം വർക്ക് പെർമിറ്റ് കിട്ടിയൊരു സന്തോഷം നിങ്ങളെയൊക്കെ അറിയിക്കണമെന്ന് വിചാരിച്ചു. അതൊന്ന് പറയാൻ വേണ്ടിയാണ്. പിന്നെ ഗിവ് അവേയുടെ കാര്യം അത് എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പോലും കുറച്ചേരം അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം ഒന്നുകൂടെ അത് അറിയിക്കാൻ വേണ്ടിയും കൂടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞത്. അറിഞ്ഞിട്ടില്ലെങ്കിൽ കയറി നോക്കുക. ഒരു $100 കിട്ടുന്ന കാര്യമല്ലേ, വെറുതെ കൈ കിട്ടുന്ന കാശല്ലേ, വെറുതെ കളയണ്ട. കയറി ഒന്ന് നോക്ക്, ചെക്ക് ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. പിന്നെന്താ, ഒന്നുമില്ല. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞു, സ്പ്രിങ്ങിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. മഴയും കാര്യങ്ങളൊക്കെയാണ്, ചെറിയ മഴയും കാര്യങ്ങളൊക്കെയാണ്. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ പറയാനും. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് വർക്ക് പെർമിറ്റ് കിട്ടിയ കാര്യം പറയാൻ വേണ്ടിയേ. ശരിയെന്നാ. പിന്നെ അടുത്തൊരു വീഡിയോ എല്ലാവരും കാണുമായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രം നൈസിക് ദ വ്ലോഗർ. ബൈ.